അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ സ്വാധീനിക്കുന്ന രഹസ്യ ശക്തികൾ. ഇവർ മുൻപ് പലതവണ ഇന്ത്യൻ ഭരണകൂടങ്ങളെ കുലുക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചും എന്തിനേറെ ഇപ്പോഴത്തെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പല കഥകളും പ്രചരിക്കുന്നുണ്ട്, പല തിയറികളും പ്രചരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വർഷങ്ങളായി EVM തട്ടിപ്പ് എന്നും വോട്ട് മോഷണം എന്നും പറഞ്ഞ് ബഹളം വെച്ച് നടന്നിരുന്ന ഒരു മുൻ കോൺഗ്രസ് MP ഈ പുതിയ സാധനം കണ്ടെത്തുന്നത്. വന്നിപ്പോൾ പഞ്ചായത്ത് കിണറ്റിൽ പന്നി വീണാൽ പോലും അതും ഡീപ് സ്റ്റേറ്റിന്റെ തലയിലാണല്ലോ. അതുകൊണ്ട് പുള്ളി വിചാരിച്ചു കോൺഗ്രസിന്റെ 2014 ദയനീയ പരാജയവും ഡീപ് സ്റ്റേറ്റിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാമെന്ന്. ഭരണഘടനാ ദിനത്തിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് ഈ ഒരു കോൺഗ്രസ് MP കുമാർ കേത്കർ ഈ ബോംബിട്ടത്. 2009 206 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് 2014 44 അത് കൂപ്പുകുത്തിയത് ജനം തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല, മറിച്ച് CIAയും മൊസാദും ചേർന്ന് പദ്ധതി ഇട്ട് തോൽപ്പിച്ചതാണത്രേ. വിദേശ ചാര ഏജൻസികൾ രഹസ്യമായി മണ്ഡലങ്ങൾ മാപ്പ് ചെയ്ത് കോൺഗ്രസിനെ തിരിച്ചു വരാതിരിക്കാൻ നോക്കിയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. പിന്നെ അദ്ദേഹം പറഞ്ഞ ന്യായീകരണമാണ് ബഹുകേമം. കോൺഗ്രസിന്റെ മുൻ ട്രെൻഡ് അനുസരിച്ച് 2004 145 സീറ്റ്, 2009 206 സീറ്റ്, 2014 അവർ 250 സീറ്റിൽ എത്തേണ്ടതായിരുന്നു അത്രേ. നല്ല ലോജിക്ക്. ഈ യുക്തി വെച്ച് നോക്കിയാൽ കോൺഗ്രസിന് എല്ലാ തെരഞ്ഞെടുപ്പിലും 55-60 സീറ്റെങ്കിലും ഉറപ്പായി കൂടി ഒടുവിൽ 2029 ആകുമ്പോഴേക്കും കോൺഗ്രസ് MP-മാർക്ക് ഇരിക്കാൻ വേണ്ടി ലോക്സഭയിൽ പുതിയ സീറ്റുകൾ പണിയേണ്ടി വരും. ഇന്ത്യ ഭരിക്കാനുള്ള ജന്മാവകാശം എന്തോ കോൺഗ്രസിന് ഉണ്ടെന്നുള്ള ഒരു രാഷ്ട്രീയ അഹങ്കാരത്തിൽ നിന്നാണ് ഇത്തരം മണ്ടൻ പ്രസ്താവനകൾ വരുന്നത്. കോൺഗ്രസ് വളരാതിരിക്കാൻ 2014 മുമ്പേ ഒരു ഗെയിം തുടങ്ങിയെന്നും കേക്തർ പറഞ്ഞു. ശരിയാണ്, ഒരു ഗെയിം അല്ല, അന്ന് പല ഗെയിമുകൾ നടന്നിരുന്നു. അന്നാ ഹസാരയുടെ 2011 അഴിമതി വിരുദ്ധ പ്രക്ഷോഭം, 2013 നിർഭയ പ്രതിഷേധങ്ങൾ, ഭരണപരിഷ്കാരങ്ങൾക്കുള്ള ആവശ്യം, രാജ്യമെമ്പാടും കണ്ട മാറ്റത്തിനായുള്ള ഒരു തരംഗം, ഇതൊക്കെയായിരുന്നു അന്ന് പരസ്യമായി നടന്ന യഥാർത്ഥ ഗെയിമുകൾ. ആ ഗെയിമുകൾ ഉണ്ടാകാൻ കാരണം തന്നെ കോൺഗ്രസ് ആണ്. CIAയും മൊസാദും ഇന്ത്യയിൽ സ്ഥിരതയുള്ള ഒരു കോൺഗ്രസ് സർക്കാരിനെ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് കേക്തർ പറയുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ കോമഡി. മുംബൈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമേരിക്ക പറഞ്ഞപ്പോൾ കൈ താന്നുപോയി എന്ന് മുൻ കോൺഗ്രസ് മന്ത്രി ചിദംബരം പറഞ്ഞതൊന്നും ഇദ്ദേഹം കേട്ടില്ലേ? മൊസാദിന്റെ കാര്യം അറിയില്ല, പക്ഷെ CIA ഇന്ത്യയിൽ ഇരിക്കാൻ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് 100% കോൺഗ്രസ് മാത്രമായിരിക്കും എന്നാണ് ചിദംബരത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നത്. കോൺഗ്രസ് തിരിച്ചു വന്നാൽ വിദേശ ഏജൻസികൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നും അവരുടെ നയങ്ങൾ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ആകില്ലെന്നും കേക്തർ പറയുന്നു. അതുകൊണ്ടാണ് CIA കോൺഗ്രസിനെ വലിച്ചു താഴെയിട്ടതത്രേ. ശരിക്കും ഇതൊക്കെ ഇദ്ദേഹം സീരിയസ് ആയിട്ട് പറയുന്നതാണോ? 2008 ഇന്ത്യ US സിവിൽ ആണവ കരാർ ഒപ്പിട്ടത് ആരായിരുന്നു? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ്. ഇന്ത്യയുടെ ആണവ ഉപയോഗത്തെ അമേരിക്കയുടെ തന്ത്രപരമായ വലയിലേക്ക് അടുപ്പിച്ച ഒരു കരാറായിരുന്നു ഇത്. അതുകൊണ്ട് കോൺഗ്രസ് US സ്വാധീനം തടയുന്നു എന്നൊക്കെയുള്ളത് നല്ല സൂപ്പർ കോമഡിയാണ്. തെരഞ്ഞെടുപ്പിലെ ജയവും തോൽവിയും ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സ്വദേശ ഏജൻസികളും CIA പോലുള്ള വിദേശ ഏജൻസികളിലുമല്ല, മറിച്ച് വോട്ടർമാരാണ് തീരുമാനിക്കുന്നതെന്ന് കോൺഗ്രസ് എന്ന് അംഗീകരിക്കാൻ പഠിക്കുന്നോ അന്ന് മാത്രമേ കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇനി ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.